പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പ്രധാനമായും അറിയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് NIOSൻ്റെ 2024 ഏപ്രിൽ പരീക്ഷ എഴുതി റിസൾട്ട് വന്നവരുടെ റീചെക്കിങ് അല്ലെങ്കിൽ ഇവാലുവേഷന് കൊടുക്കേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ റിസൾട്ട് വന്ന വളരെ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ, ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ചെയ്യണം. ഇനി ആർക്കെങ്കിലും ഇത് അപേക്ഷ കൊടുക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീചെക്കിങ് അല്ലെങ്കിൽ ഇവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് തരും. റീചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഇട്ടത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ പുനഃപരിശോധന നടത്തുകയാണ്. പേപ്പറിൽ എഴുതിയ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ എല്ലാം മുഴുവൻ പരിശോധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മാർക്കുകൾ മാത്രം ചെക്ക് ചെയ്യുന്നതാണ് റീചെക്കിങ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ എഴുതിയ ക്വസ്റ്റ്യൻ ആൻസർ മുഴുവൻ വായിച്ച് നോക്കി ചെക്ക് ചെയ്യുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.